എന്റെ അമ്മേ. എന്റെ കോഴിമാമ്പറമ്പിൽ ഭഗവതി രക്ഷിക്കണേ. അത് കരയാ? അത് കരയൂല. അതാണ് മന്നാടിയാന്മാരുടെ മന്നാടിപുരം. മന്നാടിയാന്മാരുടെ മാത്രമല്ല, ഞങ്ങൾ പോലീസുകാരും മന്നാടിപുരത്തുകാരാ. ഒന്ന് പോടോ, പറഞ്ഞ് പേടിപ്പിക്കാതെ. അതിന് താനിപ്പോ പോലീസുകാരനാണോ? അതേടോ, സസ്പെൻഷനിലാണെങ്കിലും പോലീസുകാരൻ എന്നും പോലീസുകാരനാ. വക്കീലേ, ഈ നാടിന്റെ ശാപങ്ങളാ ആ മന്നാടിയാന്മാരും കൊമ്പനാനയുടെ സ്വഭാവമുള്ള അവരുടെ പെങ്ങളും. ആനയുടെയോ? അതെ, ഒന്നിച്ചാ അവര് ജനിച്ചത്. ആ ആനയ്ക്കും ആർച്ചെന്ന പേര്. അവൾക്കും ആ കൊമ്പന്റെ സ്വഭാവം തന്നെയാ. താൻ വിസ്തരിക്കണ്ടോ? ശരിയാവില്ലേ വക്കീലേ? ഞാൻ ഏറ്റില്ലേ? വാദിച്ച് 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 അവളെ കൈ തരുമെന്ന്. എന്താ പോരെ? മതി, അത് മതി വക്കീലേ. കോടതിയിൽ ആർച്ചയുടെ തോലുരിയണം. അവൾക്കെന്തെങ്കിലും മാനക്കേട് വന്നാ പിന്നെ അവളുടെ ആങ്ങളമാർ സഹിച്ചിരിക്കില്ല. അപ്പൊ അവന്മാര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അവരെ കൊണ്ടുള്ള ശല്യം ഒഴി. അങ്ങനെ ആർച്ച എനിക്ക് സ്വന്തമാകും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എവിടാണോ പുഴ കരയുന്നേ? ആര് വക്കീലന്മാരുടെ ശവം വീണ ഈ പുഴ കരയല്ലാതെ പിന്നെ ചിരിക്കോ? അയ്യോ, മന്നാടിയാന്മാർ. ഗജേന്ദ്ര മന്നാടിയാർ, വീരേന്ദ്ര മന്നാടിയാർ, നരേന്ദ്ര മന്നാടിയാർ. അയ്യോ, വഞ്ചി റിവേഴ്സ് പോട്ടോ. എന്റെ കേസ് വിളിച്ചാവോ? വക്കീലിനെ വിളിക്കാൻ പോയിട്ട് നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അയാൾ എവിടെ പോയി? അയാള് പോയി. എങ്ങോട്ട് പോയി? ജീവൻ കൊണ്ട് ഓടി. ആരാ ഈ ജീവൻ? എന്തിനാ അയാളെ കൊണ്ട് പോയത്? അയാളെ റാഞ്ചി വിട്ടപ്പ. ആര് റാഞ്ചി? മന്നാടിയാന്മാര് റാഞ്ചി. അയ്യോ, എവിടെയുള്ള പൂമാരൻ? എന്റെ മണ്ണാടിയന്മാരുടെ പുന്നാര പെങ്ങക്ക് പൂ കൊടുത്ത പടി കഴിവറ മോനെ. അവൾ എന്റെ പെങ്ങളാ, ഇവരാങ്ങളമാരും. അവളെ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. കോടതി, സുപ്രീം കോടതി. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങളാ ഇവിടുത്തെ കോടതി. ഈ മന്നാടിപുരം മണ്ണ് ഞങ്ങളുടേതാ. ഞങ്ങൾ ഇനിയും ഇവിടെ ഭരിക്കും. ഞങ്ങളുടെ പൊന്നാരപ്പെങ്ങളെ തൊട്ട് കളിക്കാൻ പട്ടി കരുതണ. ഇനി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വേടാ വക്കീലന്മാരെ. ആനക്കൂട്ടത്തിലെ ആടെ തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. മന്നാടിയാന്മാരെ അടക്കാൻ കഴിയില്ലെങ്കിൽ നീക്കുന്ന കാക്കിട്ട് കിടക്കുന്നു. മാമ പിന്നെ കാവ്യാണ് ഇട്ടിരിക്കുന്നേ. അല്ല, ആനയ്ക്കാവാത്തത് അണ്ണാനാവോ മാമ? ചില അണ്ണാന്മാർക്ക് കഴിയൂടാ വരുമോനെ. ഇനി മന്നാടിപുരത്ത് 2 പോലീസ് വേണ്ട. ഒന്നുകിൽ നമ്മള്, അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ. ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ. അവൾ ആരെ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യെന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് SI പരവഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. ആർച്ച വരണ്ടു. ആർച്ച തരേണ്ടത് ഇവിടെയാണോ പറയുന്നത്? വരണ്ടതല്ല, വരണ്ടു. അവള് വരേണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരേണ്ടത് അവളല്ല, മന്നാടിയാന്മാരുടെ ആർച്ചാന്ന കൊമ്പനാനയാ. മതി, മന്നാടിയന്മാരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയാർ. അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആന എലട മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ, അയ്യോ, അയ്യോ. ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ
എന്താ നിനക്ക് സംശയമുണ്ടോ? എന്താ പൊട്ടാറായോ? അയ്യോ അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നില്ലാണ്. തളക്കണോ പാപ്പ ഞാനേ? അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായം കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവൻ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയെന്ന്. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിയെന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ അല്ല നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. അയ്യോ, വേദനയമ്മ. കുറെ നേരമായല്ലോ മനുഷ്യൻ നിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ അയ്യോ ആരാ? അയ്യോ ഭഗവതി, രക്ഷപ്പെട്ടു. ആരെങ്കിലും പിടിക്കണേ. അയ്യോ എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ അപ്പൊ കാട്ടി പോവാൻ തന്നെ തീരുമാനിച്ചോ? നിന്റെ പെട്ടി കൂടെ കൊണ്ടുപോടാ. പോടാ കഴുതേ. ആരാ നിന്റെ പാപ്പാൻ? കാട്ടാനാണോ കാട്ടാനാണോ? അയ്യോ ഞെളിഞ്ഞിരിക്കാതെ ആനയെ തളക്കണേ പാപ്പാനെ. പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ. അയ്യോ നിൽക്കാനാ പറഞ്ഞത് ആനേ. വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്താലത്തെ സാറ്? അയ്യോ ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മണ്ണടിയന്മാരുടെ വീട്ടിലെ നിൽക്കൂ. അല്ലെങ്കിൽ മണ്ണാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാതെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈ നോക്കട്ടെ. കൈനോട്ടം കൊണ്ടൊന്നും ആനയെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ, നിർത്തൂ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. കരിഭൂതങ്ങള്! അയ്യോ, പിടിയിടാ അവനെ. പിടിക്കാൻ വരുന്നത്. അയ്യോ, കരിഭൂതങ്ങൾ പിടിക്കാൻ വരുന്നത്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് ഞങ്ങളാണ്. ആഹാ, ഏമാമാരായിരുന്നോ? മനസ്സിലായില്ല ഇതൊക്കെ. എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാടാ ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാലുണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായ മാനെ ആ താപ്പാന. അവന്റെ കുടൽമാലയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേറടാ. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. അണ്ണാ ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്കടാ. നിക്കാനേ, നിക്കാൻ. നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള്? ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണ. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായ ഡ്രസ് ഇട്ടുണ്ട് നടക്കാം. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ ഭ്രാന്തുണ്ടോ? പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? താഴോട്ടല്ല പിന്നെ മേളിലോട്ട് ഇറങ്ങാൻ പറ്റൂ. നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മോളിൽ കയറി. ആവുന്നുണ്ട്. ഏത് കാല്? ഞാൻ പിടിക്കാൻ വാ. കൈ തരാം. പിടിച്ചോ. ആനതേ ഇവന്റെ അടുത്ത് കളിക്കുന്നവര് എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈപ്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പമാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാനിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടി ആക്കിയതിന്, എന്നെ പോലെ ഒരു അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനം മാറിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ.
IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹികതയൊക്കെ വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്. അതിന് റൈറ്റ് അല്ല റൈഫിൾ ആണ് വേണ്ടത് അറിയാം. എന്റെ ഈശ്വര, താൻ ഇതുവരെ ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. അയ്യോ, ഇവരെയല്ല ആനയെ. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ആ കാണാ. ഈ ആളാ. നടക്ക്. ഈ പെടുക്കടാ. അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാ മതി. അവന്റെ കുറുമ്പിന് ആർക്കടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ, ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. എന്നാ പിടിക്കടാ. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് വണ്ടി എടുക്കടാ. മണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ മന്നാടിയാന്മാരുടെ കരണത്താ കൊണ്ടത്. അല്ലേ അമ്മാനെ, അടി മുഴുവൻ എന്റെ കാരണത്താ കൊണ്ടത്. നീയായിരുന്നോ? തിന്നുന്ന ചോറിൽ മണ്ണിടരുത് മാമാ. നീ മണ്ണിനെന്നറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോ ചോറ് ഉണ്ണാറില്ല. എന്താ കാര്യം? തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? മന്നാടിയന്മാർ ആരെന്നറിയാതെ അവരുടെ ആനയെ തളയ്ക്കാൻ ധൈര്യം കാട്ടി അവനെ വേണം നമുക്ക് തീറ്റി പോറ്റാൻ. ഇനി അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി. ശരിയാ, ഇന്ന് ആനയെ തളച്ചവൻ നാളെ ആർച്ചയെ തളക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ആർച്ചയെപ്പാരും തളയ്ക്കണ്ട, അതിന് ഞാനുണ്ട്. ഈ ആനയെ തളച്ച വക്കീലെവിടെ? അവനെ എനിക്ക് വേണം. അറിഞ്ഞോ അറിയാതെയോ അവൻ അടിച്ച ഓരോ അടിയും മന്നാടിയാന്മാർക്ക് ശരിക്കും കൊണ്ടില്ലേ? അങ്ങനെ നാറിയില്ലേ മന്നാടി കൊട്ടാരം? നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ട് പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലയ്ക്ക് കൊടുത്തേ നിനക്ക് സമാധാനം ആവത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലയ്ക്ക് കൊടുത്താലും സമാധാനം ആവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരെ കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ, കടന്നു വരൂ. താങ്ക് യു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തൊന്നും ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാലി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങി പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറയണ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ചൊന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും, മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. അതെ, ആറ്റിനക്കരെ കാറ് വരുമല്ലോ. സമയാവുമ്പോ ആംബുലൻസ് വന്നോളും ബോഡി എടുക്കാൻ. എന്താ? നോക്കിയാടെ സേതു, തട്ടികൾ പറഞ്ഞു. തട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് തട്ടികൾ. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ലടാ, പട്ടികളെ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? നീ എന്തിനടാ മുങ്ങണേ?
പോയി അവന്മാരെ അടിക്കടാ. പിടിയടാ. എങ്ങോട്ട് എന്നെ കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ. അയ്യോ ഔ. മിണ്ടരുത് മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിടുത്തെടുക്കും കൊണ്ടാരമേ. ഗുണു, ഗുണു. നീ അയ്യോ അയ്യോ കുഞ്ഞി. പിടിച്ച് കെട്ടവനെ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞാൽ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാൽ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. കത്തിക്കാൻ വരട്ടെടാ. ആർച്ചയെ തൊട്ട് കളിച്ച് ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞു ചേട്ടന്മാരെ. ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. സേതുരാമ, സേതുരാമ നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. സേതു തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ചത് നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിനിറം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പനാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും മാധവ. ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ച് കളയടാ ഈ മുള്ളമ്പന്നിയെ. നിർത്തടാ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളം പന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവമാണ് മന്നാടിയാർ, ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവാഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവനെ. നിർത്ത്. എടാ, നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങൾ അവമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊല്ലു ഞാൻ. ചേട്ടാ ഇവനെ ഞാനൊന്ന് തല്ലി കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. സത്യം മാത്രം പറയുന്ന ഒരു ക്രിമിനൽ വക്കീലാണ് ഞാൻ. കറുത്ത ഗൗണിട്ട വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. You shut up. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് ഉറക്കെ പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്. അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാനായിരിക്കും. അപ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന പലതും കൂട്ടിക്കേറ്റി നിർത്തി ചോദിക്കേണ്ട ഗതികേട് സേതുവിന് വരും. എനിക്ക് വേണ്ടപ്പെട്ടവർ ഉത്തരം കിട്ടാതെ വീർപ്പുമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഇനി പറ, ഞാൻ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലാകുന്നതിൽ ആർച്ചയ്ക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇപ്പൊ പറ. ആർച്ച സമ്മതിച്ചു, നിയമിച്ചു. ആര്? ആർച്ച. ആരെ? സേതുവിനെ. സേതുവിനെ നമ്മുടെ കുടുംബ വക്കീലായി നിയമിച്ചു. ഒരു സംശയമുണ്ട്, ഈ മുള്ളംപന്നി എന്ത് ചെയ്യും? നീ കൊണ്ട് ചുട്ടു തിന്നടാ. ഞാനൊന്ന് പറഞ്ഞേക്കടാ. വെള്ളപ്പിശാചേ, നിന്നെ ഞാൻ എടുത്തോളാം. ഇങ്ങോട്ടോ. ആരോട് ചോദിച്ചിട്ട് എന്റെ മുറി ഇതൊക്കെ എടുത്തോണ്ട് പോന്നെ? കൊണ്ട് വെക്കണോ അവിടെ? ഇനി തന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ മുറി ഇന്നു മുതൽ സേതുരാമൻ വക്കീലതാ. ഓ അത് ശരി. ദേ ഒരു കൂട്ട് കിട്ടിയെന്ന് വെച്ച് നീ ഞെളിയണ്ട. എടോ കിഴി, നീ വെറും ഒരു മർമാണിയാണ്, കൃമി. നിനക്ക് തിരുമാനും ഉടിയാനും തളം വെക്കാനോ അല്ലാതെ വേറെ എന്ത് പുലറിയാവിടെ? മന്നാടിയന്മാരെ വാദിച്ച് തോപ്പിച്ച് കുളം തോണ്ടല്ല തനിക്കെന്തറിയോ? വാദിക്കൂടോ? ഇനി വാദിക്കും. ഇല്ല. മന്നാടിയാന്മാരുടെ ഒരു കേസും താൻ ഇനി വാദിക്കില്ല. ഞാനാണ് ഇനി ഒന്നാം വക്കീൽ.
തനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഗുമസ്തനായി കൂടിക്കൊള്ളു. സേതുരാമ, അതെ, സേതുരാമൻ BSc LLB, മന്നാടിയാന്മാരുടെ കുടുംബ വക്കീൽ. നമുക്ക് കാണാവടാ. ഈ മണ്ണാടിയന്മാരെ കൊണ്ട് നിന്നെ ഇവിടെ അടിച്ചിറക്കി ചാണാവെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഈശ്വരൻ എന്നല്ല. ഇങ്ങോട്ട് നടോ തേണ്ടി. ആർച്ചക്കുഞ്ഞിനോട് പറഞ്ഞ് ഇയാളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേര്. ആ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞു. എന്തോ ഇടഞ്ഞ മട്ടാണ് കുഞ്ഞിന്. കണ്ണാടിയൊക്കെ തല്ലി പൊട്ടിച്ചു. ദാ ഒടുവിൽ രക്ഷപ്പെട്ടു. ആർച്ചക്കുഞ്ഞിനോട് പറഞ്ഞേക്ക്, ഒന്നല്ല ഈ വീട്ടിലെ മുഴുവൻ കണ്ണാടികളും തല്ലി പൊട്ടിച്ചാലും സേതുരാമൻ ഇവിടുന്ന് പോവില്ലെന്ന്. അത്രക്കിഷ്ട പിന്നെ ഇത് എന്ന് ആദ്യ കുഞ്ഞിനോട് പറയട്ടെ. പറ. ചെല്ല് ചെല്ല് ചെല്ല്. ഇതെന്താ ഇങ്ങനൊരു വേഷം? ഓ അതോ, പണ്ടാരോ ആങ്കൊച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ ഇട്ടേച്ച് പോയതാ. പിന്നീട് അറിഞ്ഞ പെണ്ണാണെന്ന്. പെണ്ണെന്ന് കേൾക്കുന്നത് ആർച്ചക്കുഞ്ഞിന് കലിയ. വേലക്കാര് പോലും ആണുങ്ങളല്ലേ. മന്നാടിയന്മാരുടെ ഭാര്യമാരെ പോലെ ഓടിച്ചില്ലേ. എന്റെ മെരിച്ചിക്കണേ പോയി പിടിക്കണല്ലേ. മാർക്കറ്റിൽ തോറ്റതിന് എന്റെ കൂമ്പ് പിടിച്ച് വാട്ടല്ലേ അമ്മാനെ. എന്റെ കേസ് കേട്ട് അവന്റെ കയ്യിലാ മാമ. നിന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടാവൻ പോയത്. വിട്ടില്ല ഞാൻ അവനെ. വിടരുത്. നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. ചതിയം സേതുരാമനെ നമുക്ക് മറക്കാം. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ. നീയേ ആ വക്കീലിനെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. മനസ്സിലായോ? ഇത് വിട് സാറേ, ശ്വാസം വിട്. ശ്വാസം വിട്. ആർച്ചേ, ഇതെന്ത് നേർച്ച? എന്റെ തല പൊട്ടി പൊയ്ക്കോട്ടെ. ആർക്കാ ഇവിടെ ചെയ്തം? ആർച്ചേ മോളെ, കരയല്ലേ. അവനെ കൊണ്ട് കനലാട്ടമല്ല പാതാളക്കാവടി ആടിക്കുന്ന കാര്യം ഈ വീരേട്ടനേറ്റു. അത് മതി. ഹര ഹരോ ഹര ഹര. എടാ വക്കീലേ, നിന്നെ ഞാനിവിടെ കുടുംബ വക്കീലായി വാഴിക്കാം. ചടങ്ങ് കഴിയട്ടെ. മന്നാടിപുരത്തെ മന്നാടിയാന്മാരുടെ കേസ് കെട്ടുപുരയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരൂ വക്കീലേ. ഇടതുകാൽ വെച്ചാലും കേസ് കെട്ട് പുരയിലേക്ക് കേറാം. തനിക്ക് എന്താടോ ഒരു ഞെരക്കം? നേര് നിരങ്ങിയേ വരൂ, കള്ളം പറന്നു വരും. കേസ് കെട്ട് കാണിച്ചു കൊടുക്കടോ. ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ. എത്ര എണ്ണം ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തിക്കുത്തടക്കം 19. ഒരുത്തനെയും കൂടെ പോയി കുത്തിയിട്ട് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ആയിരുന്നു. 20. കറക്റ്റ്. ഇനി വാ. ഇത് മുഴുവൻ പഞ്ചാരയാ. അയ്യോ, എന്നാ ഉറുമ്പരിക്കാൻ നോക്കണം. അതല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരടിച്ചവന്മാരെ തല്ലിയതിന്റെ കേസാ. അവളെ തൊട്ടാൽ തൊട്ടവരെ തട്ടും. താനോ? ഞാനല്ല, അവിടുന്ന്. ഇതൊക്കെ എന്താണെന്നറിയാമോ? മോചന കേസുകൾ. അപ്പൊ മോഷണമുണ്ടോ? മോഷണമല്ല, മോചന കേസ്, വിവാഹ മോചന കേസുകൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. മതി. ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത്. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ആ സൂക്ഷിച്ചു കണ്ടു ഇരുന്നോ. എന്നോടോ? അവിടെ പറഞ്ഞു. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. പോക്കർത്തരം മാത്രം കാണിക്കരുത്. വക്കീലിന് ഒരുങ്ങിയില്ലേ? വാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നോ? കനലാട്ടത്തിന്. കനലാട്ടോ? ആ, ഞങ്ങളുടെ ആർച്ചയുടെ നേർച്ചയാണ്. മന്നാടിയാന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയേക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി വെച്ചല്ല, അമ്പലത്തിൽ വെച്ച്. തീ എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ. പോയി തീക്കനൽ മെതിച്ചിട്ട് വാ. കനലാട്ടത്തിന് സമയമായി. മന്നാടിയാ, വേഗം വാ. വേഗം വേഗം. അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി. കനലിൽ നടന്ന് വെന്തുരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി. ബാടിയട്. ഇവരിതാ കരിഞ്ഞോ. എന്താ ഹര ഹരോ ഹര ഹര. ഇന്ന് കഴിഞ്ഞിട്ട് വിടാം. എന്റെ കാലുരുകുന്നേ. എടീ, ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ ചെങ്കോട്ട വീട്ടിൽ സേതുരാമനല്ലടി. ആണെന്ന് ആര് പറഞ്ഞടാ? ഇപ്പൊ നിന്റെ ഉള്ളംകാല് വെന്തു. ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേവിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈ ഈശ്വരൻ. എന്റെ ഈശ്വര, എനിക്ക് ശക്തി പകരൂ. ഓടാ പട്ടി. എന്നെയാണോ? നീയാണോ?
നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ മൊട്ടയടിക്കൂടാ. ഓ താൻ ഇവിടുത്തെ ക്ഷവരക്കാരനും കൂടാ. അതേടാ, നിന്നെ ക്ഷവരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ. നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിന്ന് ഞാൻ പൊക്കൂടാ. അയ്യോ കരയണ്ട കരയണ്ട. അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ. തെണ്ടി ഡബിൾ തെണ്ടി. ഒരുപാട് വെന്തോ ഇപ്പൊ വെന്തോ മോങ്ങാതെ കിടക്കണം. ഈശ്വരനോടാണ് അവന്റെ കളി. ഓടാ നരകപ്പിശാചേ. അതേടാ, നിനക്കിപ്പോ ഞാൻ നരകപ്പിശാശായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയിലെ ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ? അപ്പാപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല മാധവ. ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്. നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാവില്ല. നുണയല്ല. ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കയറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പൊയ്ക്കോ. ഞാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ. നീ കയ്യിൽ വിട്. വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്. മന്നാടിയാമ്മാരെ, പോലീസിന്റെ ചാരൻ നീ കള്ളൻ, ഓടിവായോ. അതുവഴി 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 അങ്ങോട്ടല്ല, അതുവഴി പോവാൻ. അവനെന്റെ കൈ കിട്ടിയാണല്ല. എന്താണ് കാണിച്ചത്? 500 വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പവാകെ പറഞ്ഞ തല്ലിപ്പൊളിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ തല്ലിപ്പൊളിക്കോ? വക്കീലെ തന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കാൻ. ഓ, ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? അടയാളം ഫ്ലവർ വേസ് ഇല്ലാത്ത ഭരണി. ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന 1000 കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴക്കമേ ഉള്ളത് ഈ ഭരണി. സേതുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ. നിനക്ക് ചാക്കിൽ പോവാനടാ യോഗം. വരൂ. അവിടെ നിക്കടാ മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നലെ തുടങ്ങിയതല്ലടാ. അങ്ങനെയായാലും പറ്റും. കൊണ്ടുവാ. മാധവൻ ഒരു സാധനം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടാ സേതുരാമൻ വക്കീലെ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ. ഇവന്റെ എല്ലുപൊടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങ് വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ഇവനെന്താ ഒളിച്ച് കളിക്കേ?
അയ്യോ ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു? ഈശ്വരൻ ചാക്കി മാത്രമല്ല ചുക്കിലും ചുണ്ണാമ്പിലും വരും. പിടികളവനെ. സോറി. അയ്യോ കുഞ്ഞെ, എന്താ ഇത്? അയ്യേ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല, ഒരു പെണ്ണാണെന്ന് ആർച്ചെ ഓർക്കണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കേട്ടത്? ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഇങ്ങട് കൈ വെക്കാൻ. ഇങ്ങട് വെക്കാൻ ഇങ്ങട്. ആ ഇങ്ങട് വെക്കാൻ ഇങ്ങട്. എന്താടാ ഞാൻ ആനയാ? എടാ, പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും. ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്ക് സോപ്പ് പറിക്കണ. ഇതീ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ, കാശ് വാങ്ങാൻ വക്കീലും തല്ലു വെള്ളം കുറച്ച്. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നോ? നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആ മണ്ണാടി അമ്മാർ കുളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിച്ച് പറയടാ. മന്നാടിയമ്മയുടെ അച്ഛൻ വാടകയ്ക്കെന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ. വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി മന്നാടിയമ്മാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. അയ്യോ, എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. നടക്കണ സ്റ്റേഷനിലേക്ക്. കെട്ടി വലിച്ചുകൊണ്ട് പോടാ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. മന്നാടിയാരെ താൻ കളിച്ച് കളിച്ച് അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടുന്നോടാ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാടാ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. IPC. ഈശ്വരൻ വിയർക്കണ്ട. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഓർഡർ 38 റൂൾ 5 പ്രകാരം നിന്നെ ഞാൻ കോർട്ട് ഓർഡർ 9-2-11 വർഷം ഞാൻ തറവാട്ടിലേക്കും കോർട്ട് ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില് ജയിലിൽ. എടാ നീയല്ല, സേതുരാമൻ BSc LLB, മന്നാടിപുരത്ത് മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. ഇഞ്ചി നിന്ന് കൊരങ്ങിനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മന്നാടിപുരം മന്നാടിയമ്മാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്കേ, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ? പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ. അവനെ ഞാൻ ആര്? മന്നാടിയമ്മാരും പിന്നെ 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 ആർച്ചയുടെ ആളും. ഈർച്ചവാള. ആർച്ചയുടെ ആള് സേതുരാമൻ. എടി, ഓടിക്കേറി വന്നവന് ഓണസത്തെ വിളമ്പുന്നോടി പുല്ലേ. മണ്ണുഞ്ഞാരി എന്നോ പെണ്ണിനെ കൊണ്ടുപോയി. താനൊന്നും അറിഞ്ഞില്ലടാ കാല. അയ്യോ അയ്യോ, ഞാനിപ്പോ പോവും വീരേന്ദ്ര. ഞാൻ പോയാ വടക്ക് വശത്തെ മൂവാണ്ടമ്മാവ് വെട്ടി എന്നെ ദഹിപ്പിക്കണവ്. എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പോയാ പിന്നെ ഇവൾക്ക് ഞാനുണ്ടല്ലോ. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഈശ്വരൻ വക്കീൽ. ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടമ്മ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടുപുറയുടെ 7 അയൽവക്കത്ത് അടുപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. എടാ, ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ്? ആ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്ക്. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വല്യേട്ടൻ തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ? വരൂ. കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് ഒതേരൻ വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. നിർത്താൻ നിർത്താൻ നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോ പറഞ്ഞത്, പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണോ.
ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ, അതുവരെ കിഴി എനിക്ക് പിടിച്ചാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ തീരാടാ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇത് വിവരമുള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. എണ്ണക്കിണ്ണം എണ്ണത്തിൽ കൂട്ടാറില്ലെന്ന് അറിഞ്ഞുകൂടെ? വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ ഒരു MBBS ഡോക്ടർ ഉണ്ടോ? വലിയ വലിയ വീടുകളിലൊക്കെ 3-4 ഡോക്ടർമാരാണുള്ളത്. ഒന്നും വേണ്ട, ഒന്ന് തൊട്ടു നോക്കാൻ. മരുന്നിനെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടോ? മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കിലും ചെയ്തവരെ. ഇന്നലെ ഗജേന്ദ്ര മന്നാടിയാർക്ക് വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. നരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മന്നാടിയാന്മാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഉണ്ട്. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ എന്ത് പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്. എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്, വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല, വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടുച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നോ? കാലം വരുമെന്നല്ല, പിന്നെ? കാലതാമസം. അയ്യോ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ, വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളൊക്കെ അറിയിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? മന്നാടി മുറ്റത്തൊരു പെൺകാൽ കൂടി ചവിട്ടി. നീ കരുതിയിരുന്നോടി, ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ ഭദ്രകാളി. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടി വെക്കൂടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. അയ്യോ കുഞ്ഞെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എവിടെ അവള്? അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മന്നാടിയന്മാരും ആ പെണ്ണ് ഡോക്ടറും. അയ്യോ കുഞ്ഞെ, ഞാനിവിടെ നിക്കണോ അതോ? തന്നെ ഇവിടുന്ന് ആരും പിരിച്ചുവിടില്ല. ആർച്ചയാ പറയുന്നത്. പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ കുഞ്ഞെ, ആർച്ച പറഞ്ഞാൽ ഈർച്ചവാളം കേൾക്കും, മനസ്സിലായോ? കയറി പോകത്ത്. മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ പെണ്ണായതുകൊണ്ട് പെങ്ങൾക്ക് മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഈ സേതുവിന്റെ ബുദ്ധിയാ. പെങ്ങളെ എങ്ങനെയുണ്ട്? ഡോക്ടർ ആണായിരുന്നെങ്കിൽ ഒരു കൊലക്കേസും കൂടെ ഞാൻ വാദിക്കേണ്ടി വന്നേനെ. പറ്റിയ പാർട്ടിയല്ലേ. എല്ലാവരും എന്നെ പോലെ ശുദ്ധഗതിക്കാരനാവണമെന്നില്ലല്ലോ അല്ലേ? ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സിനാ അനിയാ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഓടിക്കൊണ്ടേ ഇരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേ ഇരിക്കണം. ഓട്.
ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. ഓട് ഓട് ഓട്. കണ്ണിലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? പിന്നെ നിൽക്കുകയാണോ? ഓട് ഓട് ഓടല്ലേ പറഞ്ഞു. അയ്യോ ഡോക്ടറെ ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓടി വരണേ. ദേ പിന്നെ എങ്ങനെ നലർന്ന്. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയേ മതിയാ. ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മണ്ണാടിക്ക് മാറിനാണ് വേദന. കരച്ചിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ വിളിച്ചത്? പോടോ. പൊക്കോ പൊക്കോ, താൻ പൊക്കോ. പോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. അയ്യോ ഡോക്ടറെ ഓടി വരണേ. തലവേദന എടുക്കുന്നേ. അയ്യോ തലവേദന എടുക്കുന്നേ. ചൂട് കിഴി. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറോ കൊണ്ടാണോ? ഓ, ആർലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കൊരു സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടലോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് ഇവന് കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയി തന്നെ അപ്പന് കൊടുക്കും. പോ. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ എന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് വയ്യേ. എന്താ? പോടോ. പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. എന്താ വേദന? എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ, എന്താ പട്ടി മോങ്ങുന്നത്? അതോ അത് പട്ടി മോങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖമാ. എന്റെ മന്നാടി ഭഗവതി മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? ദേ വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ എടോ, തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ഇത് പിടി. ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. പോടാ. എന്താ എന്ത് ഇവിടെ വാ എനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാ മതി. അങ്ങനെ ഒരു ഗുളി കൊണ്ട് മാറുന്നോ എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ. അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ. അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ, രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ? വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്കെതിരെ എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ 1 നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. കുഞ്ഞിതിലിടപെടണ്ട. അടിക്കാനാണെങ്കിൽ അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ലാന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുഞ്ഞേ, ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്ന ബുദ്ധി കൊണ്ടാണ്. മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കല്ലേ, പപ്പടം എടുക്കല്ലേ. അയ്യോ പൊട്ടി. ആർക്കാ ഇത്? ആർച്ചയ്ക്ക്. ആനയ്ക്കോ? ആർച്ചക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയാമാർ ഡോക്ടർ അടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അത് രക്ഷിക്കണം, അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട.
തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഓ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇങ്ങോട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. ആ, കൊടുത്തേ. അയ്യോ, ഡോക്ടർ എന്തായാലും തന്നില്ല, ഞാൻ കൊടുക്കാം. വാ, വാ, വാ. എന്താ ഇവിടെ ബഹളം? അല്ല, ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇടൂ. ഇങ്ങനെ കുടിക്കേ കുടിക്ക്, വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്ക്. നിന്റെ മൂത്ത ചേട്ടനാ പറയണേ കുടിക്കേ. ആ, കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ? ഏറ്റു. ആർച്ചേ, ദാ. തന്നെ. നിർത്ത് പോലെ ആളുണ്ട്. വള്ളക്കരയ്ക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ വഞ്ചിയുടെ ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്ക? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടാ? ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. ഇതിലേ പോയി ഞാൻ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. പട്ടി ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. നിന്റെ മോന്ത ശരിയാക്കി തരാം. കേറട്ട്, കേറട്ട്. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്തതിനിളകി അയാളേതിന് ആണ്ട് എല്ലാത്തിനും ഇളകി പോ. ഒരു വക്കീലിനാവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ തൊണ്ടി സഹിതം കയ്യോടെ പിടിച്ചത് നന്നായി വക്കീലേ. ഇനിയെങ്കിലും ഇവനെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യാഹം തളിച്ചാലേ ഇവിടെ ശുദ്ധമാകും. മതി 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 മതി. സക്സസ് മന്നാടിയാർ. മതി, 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 മതി. മഞ്ചേശ്വരംകാരുമായിട്ടുള്ള നമ്മുടെ വിശ്വാസവഞ്ചന കേസ് ജയിച്ചു. ജയിക്കും. സേതുരാമൻ വക്കീൽ ഏത് കേസ് വാദിച്ചാലും ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ശിക്ഷ ഉറപ്പാ? അതെ, ശിക്ഷ ഉറപ്പാ. കുറ്റം വിശ്വാസവഞ്ചനയല്ലേ, ശിക്ഷിക്കും. ഞങ്ങളെ വഞ്ചിക്കുന്നവരെ കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടില്ല വക്കീലേ. മന്നാടിയാന്മാരെ പറഞ്ഞു പറ്റിക്കാൻ മാത്രം ഒരുത്തനും വളർന്നിട്ടില്ല. കേസ് ജയിച്ച സ്ഥിതിക്ക് ആ ജയം നമുക്കൊന്ന് ആഘോഷിക്കണം. അതാ ഞങ്ങൾ മന്നാടിയാന്മാരുടെ രീതി. പറ, എന്തു വേണം? വെള്ളം വേണ്ട, വരുന്ന വഴിക്ക് ഞാൻ ധാരാളം വെള്ളം കുടിച്ചു. ശരിക്കും കുടിക്കേണ്ടി വരും. തൊണ്ട പൊട്ടി വാദിച്ചതല്ലേ, നല്ല ദാഹം കാണും. വെള്ളത്തിന്റെ കൂടെ ഒരു പെണ്ണും വേണ്ടേ? ലേഡീസ് ലേഡീസ്. വേണ്ട മന്നാടിയാർ, ഞാൻ അത്രക്കാരനല്ല. ഞങ്ങൾ അത്രക്കാരാണ് വക്കീലേ. വീരേന്ദ്ര, കൊണ്ടുവാ പെണ്ണിനെ. ഏത് പെണ്ണ്? അതൊന്നും വക്കീൽ അറിയണ്ട. വക്കീൽ ആ പെണ്ണിനെ അനുഭവിച്ചാ മതി. എന്റെ മന്നാടി ഭഗവതി, എന്നെ എങ്ങാനുമാണ് ഇവന്മാര് കണ്ടുവച്ചിരിക്കുന്ന കാലം മോടമോര്. നരേന്ദ്ര, പോയി വിളിച്ചോണ്ട് വേടാ. അവളെ വിടുവല്ലോ പറഞ്ഞത്.
ഇവിടെ ഞങ്ങൾ വെറും ശമ്പളക്കാരിയാ. ശമ്പളക്കാരിയാണെന്ന് പറഞ്ഞ അവളുടെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. വിടറാവനെ. അവളെ തൊട്ടാൽ നിനക്ക് പൊള്ളാൻ കയറുമെന്താണ് പട്ടി. പിടിച്ച് കെട്ടടാ ഈ പട്ടിയെ. തൊട്ടു പോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങളുടെ പെങ്ങളെ തൊട്ടപ്പോ നിനക്കൊക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെയൊക്കെ തന്നെയാണ് എനിക്കും പൊള്ളിയത്. നിങ്ങൾ മാത്രമല്ല പെങ്ങൾക്ക് കാവലിരിക്കുന്നവർ. ലോകത്ത് മന്നാടിയാമാർ മാത്രമല്ല പൊന്നാങ്ങളമാർ, വേറെയും ആങ്ങളമാരുണ്ടെന്ന് അറിഞ്ഞോ? പെങ്ങളെ മാനത്തിന്റെ വില മാളികയിലും കുടിലും ഒന്നാടാ. ഇവളെന്റെ പെങ്ങളാ. മതി മന്നാടി സേവ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. നിൽക്കണ്ട, എന്നാലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. തുറക്കവിടാ. വേണ്ട, പോവാൻ തീരുമാനിച്ച പിന്നെ പഴക്കം തന്നെ എന്തിനാ? മന്നാടിയാമാർ നാറികളാണെങ്കിലേ ഞാൻ പരമനാറിയാ. നീ കയ്യിന്ന് വിടും. വിട്ടേ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാ. തർക്കിച്ച് തടിതപ്പാവെന്ന് കരുതണ്ട. തല ഇവിടെ വെട്ടിവെച്ചിട്ട് പോകുന്നു, അതോ ഞാൻ വെട്ടണോ? ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തില്ലടാ. ചതിച്ചവന്മാരെ ചതയ്ക്കാതെ വിട്ടാൽ മന്നാടിയാർമാർക്ക് ഉറക്കം വരില്ലടാ. MBBS ഡോക്ടറാണെന്ന് പറഞ്ഞ് നീ ഇവളെ കൊണ്ട് മന്നാടിയാർമാരുടെ മേളിൽ ചെളിവാരി പൊത്തി അല്ലടാ ചെറ്റെ. പൊത്തി. വണ്ണം കുറയ്ക്കാൻ വീരേന്ദ്ര മന്നാടിയാരെ നീ വട്ട ഓടിച്ചില്ലടാ വഞ്ചക. ഓടിച്ചു. ഞങ്ങളുടെ പാവ ആർച്ചയെ കൊണ്ട് നീ പാവയ്ക്കാതെ കുടിപ്പിച്ചില്ലടാ പാവി. കുടിപ്പിച്ചു. ആർച്ചയെ കൊണ്ട് ഇനിയും പാവയ്ക്കാൻ നേരം ഞാൻ കുടിപ്പിക്കും. കുടിപ്പിക്കോ? വീരേന്ദ്ര മന്നാടിയാരെ കൊണ്ട് ഇനിയും ഞാൻ ഓടിപ്പിക്കും. നീ ഓടിപ്പിക്കോ? ചെളിയില്ല, ചാണകം വരെ തേപ്പിക്കും. നീ ചാണകം തേപ്പിക്കോ? കുറ്റസമ്മതം നടത്തി തടിതപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്നാടിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അടിച്ച് ചെള്ള പൊട്ടിക്കടാ. ആരെ ഈ പന്നി. ആങ്ങളെയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയടാ ഇവന്റെ ഈ കണ്ണ്. അയ്യോ, കണ്ണു പൊട്ടിച്ചാ ഞാൻ എങ്ങനെ ഉറങ്ങും മന്നാടിയാരെ? നിർത്തടാ. പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മന്നാടിയാന്മാർക്ക് പെരുത്തിഷ്ട. ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു, നന്നായി ബോധിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തു. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയ മഞ്ജുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. മന്നാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത്. വേണ്ട, ആങ്ങളെയും പെങ്ങളും ഇനി ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ ഈ ഫോട്ടോ കൊണ്ടുപോയി വക്കീലിനെ മുറി ഫ്രെയിം ചെയ്ത് വെക്കടാ. നിന്റെ എല്ലാരും പോ. ഈശ്വര സാർ, ഈശ്വരനിപ്പോ എന്റെ കൂടെ. ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മന് പോലും തടുക്കാനൊക്കില്ല. പിന്നെയാണോ നീ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ തൂക്കണം? തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ചു ചോദിച്ചാൽ ഉത്തരം പറയും. അതൊരു കളിയാടാ. നീ ഇനി കണ്ടോ പൂരം? ഓ പൂരം. എന്താ പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എൻ്റേത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം. ജീവിതത്തിൽ എന്നും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. എന്താ 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 അടി അടി. അയ്യോ, എന്തൊരു കഷ്ടമായത്. എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരാടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്. എടാ, എവിടെയാ അവൻ? ഞങ്ങളുടെ അനിയനെ തൊട്ടവൻ എവിടെയാണ്? വക്കീലേ, എവിടെയാ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അവന്മാര് തല്ലി ചത്തോളും. പ്രേത വിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. അടിച്ചു ജയിച്ച ചേകവരായിട്ട് അവൻ പോയടാ മന്നാടി വീട്ടിലേക്ക്. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചാളെ ഞാൻ. വീരേന്ദ്ര, വേണ്ട. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് വറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളക്കും പെങ്ങക്കും? എന്തോ നിക്ക്. മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. പെൻഷൻ ആയല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാണ്, അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ. എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയമായി. ഇല്ലെന്നേ, ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര്? പോലീസുകാരാ? പോലീസുകാരല്ലെന്നേ, പിന്നെ ആ ഇടിവണ്ടികളെ. ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ.
ഗജേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി. വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി. നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. എങ്ങോട്ടാ? അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാമെന്ന് ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂല്? എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? ചുരുട്ടിക്കുട്ടി പുറത്തേക്ക് ഞങ്ങള്. പറ്റില്ല. ഇതെന്റെ ആൾക്കാരാണ്. ഇത് ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ടത് ചെയ്യൂ. ഓ എന്റെ കണ്ടക ശനി. ഈ ചെണ്ട അങ്ങോട്ട് കേറി. ചേച്ചി ചേച്ചി അയ്യോ അയ്യോ നമ്മുടെ ഒരു കോലം കണ്ടില്ലേ? ചേട്ടാ ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ, എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ മൊട്ടയായി പോയല്ലോ ചേട്ടാ. ഈ കിടപ്പ് കാണാനാണോ 5 വർഷം പിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പറന്ന് വന്നത്? നാത്തൂന്റെ കല്യാണം കൂടാൻ വന്നിട്ട് പ്രാണനാഥന്റെ 16 അടിയന്തരം ഉണ്ണണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഭഗവതി. ഏത് നാഥന്റെ 16 അടിയന്തരം ഉണ്ണുന്ന കാര്യമാടി പുഷ്പവല്ലി നീ കിടന്ന് പുലമ്പുന്നത്? എവിടവൻ? ആരുമില്ലേട്ടാ. എന്റെ പൊന്നു പെങ്ങളുടെ മാംഗല്യം മുടക്കിയവൻ. അവന്റെ ഉടലും തലയും രണ്ടാക്കി കൊണ്ടുവാടാ. മഹാപാപി, നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലയ്ക്കുമല്ലടാ. എടാ പട്ടി, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ധൈര്യം കൊണ്ടല്ല, ഫോട്ടോ കൊണ്ട് തൊലച്ചത്. ഫോട്ടോ ആരാന്നടാ? ഞാനാണ്. അവനെ ആ ഫോട്ടോ ഏൽപ്പിച്ചത് ഞാനാണ്. നീയോ? അതെ, ഞാൻ തന്നെ. കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടൂ, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ച വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യേ, പണത്താൽ മയങ്ങും, കണ്ടാൽ മയങ്ങും. അപ്പൊ തിന്നാലോ? തിന്നാലോ? നിന്നിടത്ത് നിന്നും മയങ്ങും. സാക്ഷാൽ ആനമയക്കി 2 നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്തമില്ലാത്ത രാത്രിയാകുമടി ചമ്പേ. യോ മഹാഭാവി, ഇതിന് നമ്മളും അനുഭവിക്കോടോ? അനുഭവിക്കത്തില്ലടി, തല ചെയ്യുന്ന പാവം കൈ കേൾക്കത്തില്ലടി. ഇത് ആനമയക്കി, ഇത് പാല്. പാവന്റെ ചെറിയേട്ടൻ ആനമയക്കി കുടിച്ച് സുഖമായി ഉറങ്ങും. പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത്. കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം. അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ. ചോര ഒഴുകണം, ആനമയക്കിത്താ. ഇതെന്തു പറ്റി? മുല്ലപ്പൂവ് എന്റെ ഒരു ബലഹീനതയാടി. അയ്യോ എന്താ? മുല്ലപ്പൂവ് അവിടെ ഒരു താക്കോല്. എന്താ 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 എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു. ഞാൻ വിചാരിച്ചു. നീ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത്. അപ്പോ അവളെവിടെ? എന്റെ ഭാര്യ. മഞ്ജു ഒരു നാണക്കാരിയാ. ചേട്ടൻ പാല് കുടിക്കൂ. അല്ല, അവളോട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എന്റെ ആർച്ച മഹാറാണി, സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. എനിക്കിപ്പോ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാനൊന്നും ചെയ്യില്ല. കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എന്റെ പെണ്ണ് ആദ്യരാത്രിയിൽ എന്റെ അടുത്തെത്താൻ. ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട്. ഗുഡ് നൈറ്റ്. ഇന്നലെ താണവയ്ക്ക് ഏറ്റോ എന്ത് പാടോ? അതെ, ഉപ്പും മുളകൊക്കെ പാകത്തിനേ പാടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ചെറുക്കനല്ലടോ പാപ്പാൻ. ഞാനോ അനാവശ്യം പറഞ്ഞല്ലോ. അടങ്ങാനായി അവിടെ ഇരിക്കണോ? ഇത് പിടിച്ചേൻ ചോറുകളുടെ എടുക്ക്. എണീറ്റോ അവിടുന്ന്. ആരാ ഇവിടുത്തെ? ഞാൻ ആരാന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കുക. ഞാനും സേതൊക്കെ ഇവിടുത്തെ ബന്ധുക്കാരാ. ബന്ധു വീട്ടിൽ ഒരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഊരിലെ അറിയാത്ത ഊള നീയാ. എന്നാ കേട്ടോ, ആർച്ചമോളെ കെട്ടാൻ നല്ല 10 മാറ്റുള്ള ചെറുക്കൻ വരാൻ പോണു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ സേതുരാമ. ഇതിനല്ല കൂത്ത്. ചേച്ചി പറയണ കേട്ടാ തോന്നും ഞാൻ മറക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ മറക്കുന്നാണോ? എന്നാ ഞാൻ മറക്കാം. ആരും മറക്കില്ല. പോരെ, ഇനി അതിനു വേണ്ടി 3 പേരോട് ഒരു കൊത്തുകൂടണ്ട. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ, ആർച്ചയെ ഒതുക്കുക. സേതുരാമ, എന്താ ഒതുക്കാൻ പുതിയൊരാള് വരുന്നടാ. അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ? ആരൊതുക്കണ്ട കാര്യം പറഞ്ഞേ? ആർച്ചേ? അയ്യേ, ആർച്ചയല്ല നിന്നെ. ആർച്ചയെ പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കൻ വരുന്നു. കളിപ്പറമ്പ് തമ്പ്രാൻ. ആരാ? മന്നാടിപുരത്തെ തമ്പുരാൻ. അപ്പൊ നമ്മളാരാ? ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കാം. ചാകാൻ പോവുക? ഞങ്ങൾ ആർച്ച പെണ്ണ് കാണാൻ പോവാ. രണ്ടും ഒന്ന് തന്നെ. മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന് ചത്താൻ ഞാനാ സമാധാനം പറയേണ്ടത്. പോകുന്നതിന് മുമ്പ് അടയാളം കാട്ട്. മനസ്സിലായില്ലേ? ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാ? എന്തിനാണെന്നാ? 3-ാം നാൾ മന്നാടി പണിയിൽ ചത്തുനാറി പൊന്തുമ്പോ ഞാനെങ്ങനെ തിരിച്ചറിയും? കാണിക്കണ കാക്കപ്പുള്ളി. വേണ്ട വേണ്ട വേണ്ട, കാള പെട്ടെന്ന് കേട്ടപ്പം പാല് കറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണയും തേച്ചങ്ങ് ഇറങ്ങിയല്ലേ. മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിച്ചിട്ട് വരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്താ ആചാരങ്ങള്? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ. എന്നാ നമുക്കൊരു മുറി എടുത്ത് പഠിപ്പിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞങ്ങൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പ് തമ്പ്രാക്കളോ? ചെളിപ്പറമ്പല്ല, തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ? തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ഓലത്തിരിയുടെ പടവാൾ സൂക്ഷിപ്പുകാരാ അവര്. എന്തുകൊണ്ടും നമ്മൾ മന്നാടിയന്മാരെക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാ അവര്. വെറുതെ കയറി പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ, അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം. വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വെക്കും. മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം. എന്തൊരാചാരം! ഇനി അവര് മുണ്ടുവക്കി കാണിക്കണമെന്ന് പറയൂ? വേണം വേണം വേണം. ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ മുണ്ടുവക്കി കാണിക്കണം. അത് വേണം. ആർച്ചമോടെ കല്യാണം നടക്കണോ? പൊക്കണം. ഒരു സംശയമുണ്ട്, ഏതുവരെ പൊക്കണം? തളിപ്പറമ്പ് വരെ പൊക്കണം. നിർത്തണോ? നീ പറ. പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പട വെട്ടണം. അത് ബുദ്ധിമുട്ടാവും. അത് വേണോ? നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം. വെട്ടും. നീ പറ. അപ്പ ചെക്കൻ ഇറങ്ങി ഓടും. വിടരുത്. പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം. അതെന്തിനാ അടക്കുന്നത്? കീഴടക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ്. നമ്മൾ മന്നാടിപുരം മന്നാടിയാന്മാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ. അവിടെ കഴുതേ അവിടെ. അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണ് കാണല് നടക്കട്ടെ അല്ലേ? അതെ 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 അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല. അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപോക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളാം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കോ? തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. വരിക, ഇരിക്കുക, ഇരിക്കുക. നമസ്കാരം നമസ്കാരം. എടുക്ക. ഈശ്വര. അണ്ണാ, അവർ ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്ക്.
കുടിക്കണോ? അതിനെന്താ പാലല്ലേ? ഈശ്വര, അതെടുത്തോളൂ. അഗ്നിദേവ, ഈ പാലിനെന്താ ഇത്ര പുളിപ്പ്? തളിപ്പറമ്പിൽ ഇന്നലെ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ, നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത്? മുണ്ട് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം. ഞാൻ പൊക്കണ? നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ, പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂത്ത മന്നാടിയാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. ഇതാ വാളെടുക്കടാ വീര, യുദ്ധം തുടങ്ങ്. ലീലാമണി കൊണ്ടുവാ. അച്ഛാ, അമ്മാവാ, എല്ലാവരും ഓടിക്കോ. നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് 2 പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലക്ക് കൊടുത്തേ നിനക്ക് സമാധാനം ആവത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലക്ക് കൊടുത്താലും സമാധാനം ആവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരെ കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതിന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ, കടന്നു വരൂ. താങ്ക് യു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തൊന്നും ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങള് തന്നെ സമ്മതിക്കാറില്ല, അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങി പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറയണ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും, മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്. അതെ, ആറ്റിനക്കരെ കാറ് വരുമല്ലോ. സമയാവുമ്പോ ആംബുലൻസ് വന്നോളും ബോഡി എടുക്കാൻ. എന്താ? നോക്കിയാ സേതു, സട്ടികൾ പറഞ്ഞു. സട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് സട്ടികൾ. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ലടാ, പട്ടികളെ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. കണ്ണടച്ച് പാല് കുടിച്ച ആരും കാണില്ലെന്നാ ആർച്ചയുടെ വിചാരം. ഈശ്വരാ, ഞാൻ കരുതി എന്നെ. അതെ, ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നോടാൻ. തളർന്നു. ശരിയാ,
ഓടിയൊരു ഓടിച്ചൊരു ഒരുപോലെ തളർന്നു. ആ ഇവിടെ കയറി കൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ഞാനാന്നേ. ആ അതും ശരിയാ. ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപകാരം ചെയ്യാനുള്ള സമയമായി. ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം. ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും. അതിന് നീ എന്തിനാ ഛർദിക്കുന്നേ? ഛർദിച്ചെന്നു? ആര് ഛർദിച്ചു? തിലോത്തമേ, എന്നാലും എന്റെ നരേന്ദ്ര അല്ല എന്റെ കാര്യം. ആദ്യം ഗർഭം പിന്നെ കല്യാണം. ഓ എവിടെയല്ലേ. അല്ല എന്റെ കാര്യം. അയ്യേ കുളി തെറ്റിച്ചു. ആർച്ചേ എന്താ കുളി തെറ്റിച്ചു? ആര്? തിലോത്തമ കുളി തെറ്റിച്ചെന്ന്. നിന്റെ അടുത്ത തോൽവിക്ക് സമയമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു. പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാന്മാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും. നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി. പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും. അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി. നീ നോയിക്കോ. പോയോ? നേരം പോയി. നീ ഇന്നെന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ അവിടെ ഛർദിക്കുന്നു. അത് വേരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ? നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ നീ ആഭരണ പെട്ടിയൊക്കെ അവക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാര് ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുവോന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി ഈ പന്തലി വേണ്ട മോനെ എന്നിട്ട് താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പന്മാർക്ക് കിട്ടണ്ടായി വീടും പറമ്പോ. പുഷ്പലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് വേണോ ഈ ചതി? ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്തും മോരിലെ പുളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടിയിറങ്ങാറായില്ലേ? കൊലച്ചടാ. കൊലച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ല ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. എന്തോ ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊലപ്പഴം. അവള് പോയടാ കുരങ്ങ. പോയോ? അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ആ എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ വാടാ, നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. നിന്നെ തന്നെ കെട്ടിക്കും. റാണിയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാ മതി. അമ്മ പോയി. അയ്യോ, എപ്പോഴായിരുന്നു സംഭവം? ചിത കത്തി തീർന്നുണ്ടാവോ ചേച്ചി? ചത്തത് നിന്റെ തള്ളയാടാ. പിന്നെ പോയി എന്ന് പറഞ്ഞത്? അത്യാവശ്യമായിട്ട് ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ആര്? എവിടെ പണ്ടാരം അടക്കാനാടാ കാലമാടന്മാരെ എന്നെ കൊണ്ടുപോന്നേ? പേര് കേസ് തന്നെയാണ് തള്ളേ. ഏതാനാടെ പേരാടാ ഇത്ര വലിയ പേര്? ആർച്ചയുടെ പേരെടുക്കാനാണോടാ പിശാചുക്കളെ എന്നെ കെട്ടിയെടുത്തോണ്ട് പോന്നേ? അയ്യോ, ഓടി വരണേ.
അടിച്ചു നിരത്തടാ. Thank you.